കുറിപ്പിനോട് ഞാൻ സൗദാമിനിയാണ് പറയുന്നത്. എന്റെ മകൻ വിമൽ തെരുവ് തന്നെയൊന്നുമല്ല. ഈ മാനക്കേടിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്താ ഞാൻ പറയുന്നത് കേക്ക് കുറിപ്പേ. വിമലിന്റെ വിവാഹം എനിക്ക് ഉടനെ നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ ശരി ശരി കുറിപ്പേ. വല്യമ്മച്ചിക്ക് എന്തൊരു ദേഷ്യം. അർച്ചനെ, എന്താ? രാധയുടെ വിവാഹം. അതെയോ? സ്ത്രീധനമായ ആ വീടെഴുതി കൊടുക്കാമെന്ന വ്യവസ്ഥയില്ല. അവളുടെ അച്ഛൻ വാക്കുകൊടുത്തു. പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. കാരണം? ഡോക്ടർ വിമൽ കുമാറാണ് വരൻ. അർച്ചനയും വിമലും അത്രയും സ്നേഹത്തിലായിരുന്നു അച്ഛാ. ആ കൂട്ടുകാരിയുടെ സ്ഥാനത്ത് മധുവിന്റെ വേഷം കെട്ടി ചെല്ലാൻ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ആ വിവാഹം നടക്കില്ലെന്നല്ലേ മോളെ പറഞ്ഞത്? എന്നാലും ആളും മനസ്സും മാറില്ലല്ലോ അച്ഛാ. നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒരുക്കമാണെന്ന് അവർ സമ്മതിച്ചു. ഞാൻ വാക്കും കൊടുത്തു. അച്ഛൻ തെരുവിലിറങ്ങി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന് ഇതാണ് മോളെ നിന്നെ കെട്ടാൻ പോകുന്നവൻ എന്ന് എന്നോട് പറയൂ. ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ ഇതിന് മാത്രം അച്ഛനെന്നെ നിർബന്ധിക്കരുത്. എന്റെ കൂട്ടുകാരെ വഞ്ചിക്കാൻ എനിക്കാവില്ല അച്ഛാ. രാധേ, ഒരിക്കലും നീ എന്നെ വഞ്ചിക്കുന്നില്ല. സ്ത്രീധനക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ സ്വയം വേണ്ടെന്ന് വെച്ചതാണ്. നിന്നെ അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയെ നിന്നെ വിവാഹം ചെയ്യും. ആ സ്ഥാനത്ത് നീ ആവുന്നേ ഉള്ളൂ. അർച്ചനെ, നിന്നെ അമ്മയെ അനുസരിക്കാനല്ലാതെ എതിർക്കാൻ കഴിവില്ലാതെ പോയി. എന്നാലും ഞാൻ പറയുന്നു, നിന്നെ നല്ലവനാണ്. അത് പറയാൻ ലോകത്ത് മറ്റാരേക്കാളും യോഗ്യത എനിക്കുണ്ട്. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. നിന്റെ വിമലിന്റെ സ്നേഹത്തിന് കൂട്ടുനിന്നവളാണ് ഞാൻ. അതിലാനന്ദിച്ചിരുന്നവളാണ്. ആ എന്നോടാണ് നീ പറയുന്നത്. എടി, വിമൽ അല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. അയാൾ വിമലിനേക്കാൾ യോഗ്യനായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെ കരുതുക? സമ്മതിക്കുമെന്നേ, നിനക്ക് വേണ്ടിയിട്ടല്ല. നിന്റെ വിവാഹമാണ് നിന്റെ അച്ഛന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷമെന്ന് നീ തന്നെ പറയാറില്ലേ? ആ അച്ഛന് വേണ്ടിയിട്ട്. സ്വർണ്ണപ്പണ്ടങ്ങൾ മുഴുവനും ഇപ്പൊ കിട്ടിയിട്ടില്ല. സാരല്ല, അവരുടെ വീടും കൊരയിടവും 6-7 ലക്ഷത്തിന് കാണുന്നാണല്ലോ കുറിപ്പ് പറഞ്ഞത്. അതിന് എഴുതി കിട്ടിയ വേറെ കെട്ടൊന്നും പണിയണ്ട. നമുക്ക് നഴ്സിംഗ് ഹോം അവിടെ തന്നെ തുടങ്ങാം. അത് കൈ കിട്ടുന്നത് വരെ നീ നിന്നെ മറക്കരുത്. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായല്ലോ? ചെല്. ഗൃഹപ്രവേശനത്തിനായിരിക്കും വിമൽ. ചേട്ടൻ എന്ന നിലയ്ക്കും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും ഒരു അഡ്വൈസ്. നീ പോടാറുന്നു. അനിയ, മാരേജ് ഈസ് എ കോൺട്രാക്ട്. ഒരു കരാറാണ്. ശരീരം കൊണ്ട് മാത്രം, മനസ്സുകൊണ്ടല്ല. സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം കൂടി ആവശ്യപ്പെടും. കൊടുത്തു പോരുത്. അവന്റെ ഒരു ലാത്തിയടി. നീ പോമനെ.
രാധ ഓർക്കുന്നു കോളേജിലെ ഒരു ഡിബേറ്റിംഗിൽ അർച്ചന പ്രസംഗിച്ചത്? തറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പണവും സ്നേഹവും വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. അവ ഒരിക്കലും ഒന്നിച്ചു പോവുകയില്ല. ഈ സദസ്സിലെ പുരുഷന്മാരുടെ പ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശബ്ദം ഞാൻ ഉയർത്തുന്നു. ഭർത്താക്കന്മാരെന്ന പേരിൽ പുരുഷന്മാരെ സ്ത്രീധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന പൈശാചികത്വത്തിന് ഞങ്ങളുടെ തലമുറയെ ഇനിയും അധികകാലം നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ അർച്ചനെ കുറ്റപ്പെടുത്തുകയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവളുടെ സ്ഥാനത്തേക്കാണ് നീ വന്നിരിക്കുന്നത്. എന്റെ അച്ഛൻ ഈ വീട്ടിൽ ആരുമല്ല. ചേട്ടന്റെ ലോകത്ത് ജീവിക്കുന്നു. ഒരിക്കൽ ചേട്ടത്തിയമ്മ അതിനെതിരെ എന്തോ പറഞ്ഞു. അന്ന് അവർക്കേറ്റ മർദ്ദനമാണ് അവരെ ഒരു നിത്യരോഗിയാക്കിയത്. പാവം അമ്മണിക്ക് ആ കഥകളൊന്നും അറിയില്ല. രാധയിരിക്കൂ. ഈ വീട്ടിൽ വേലക്കാരികളില്ല. വരുന്നവരൊക്കെ അധികനാൾ അമ്മയുമായി ഒത്തുപോകില്ല. അത്യാവശ്യം ജോലികളൊക്കെ രാധയും ചെയ്യേണ്ടി വരും. കൊല്ലത്തെ ഒരു ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ നഴ്സിംഗ് ഹോം ശരിപ്പെടുന്നതുവരെ ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ വരൂ. പിന്നെ കഴിഞ്ഞതൊക്കെ മറക്കാൻ പെട്ടെന്ന് കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതം വായിക്കൂ. എന്താണ്? വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ട വിമൽ, കഴിഞ്ഞതൊക്കെ മറക്കൂ. എന്റെ സഹോദരിയാണ് നിന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. അവളെ സ്നേഹിക്കുക, അവൾക്ക് ജീവിതം നൽകുക. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് കാണാൻ ആരെക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. സസ്നേഹം, അർച്ചന.